ഹലോ ഹായ്, ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജബോട്ടിക്കാബ, അതായത് ബ്രസീലിയൻ ഫ്രൂട്ട്സ് ആയ മരമുന്തിരിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ മുൻവശത്ത് ഇതായി പിറകുവശത്തൊക്കെ കാണുന്നത് ജബോട്ടിക്കാബയുടെ പ്ലാന്റ് ആണ്. നമ്മുടെ ബ്രസീലിയൻ ഫ്രൂട്ട്സ് ആയ മരമുന്തിരിയുടെ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഏകദേശം ഒരു 2 വർഷത്തിനു അടുത്തായിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഇത് ഇപ്പോൾ ഉള്ളത് ഒരു 10 ഇഞ്ച് ചട്ടിയിലാണ്. അപ്പം നമുക്ക് ഈ ജബോട്ടിക്കാബയുടെ എങ്ങനെയാണ് കൃഷി രീതികൾ, എങ്ങനെയാണ് നമുക്ക് മണ്ണൊരുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല ആളുകളും വിളിക്കുന്നുണ്ട്, അതായത് മരമുന്തിരിയുടെ തൈകൾ നമ്മൾ വെച്ചതിന് ശേഷം ഇലകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ ആ തൈകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ജബോട്ടിക്കാബയുടെ തൈകൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ചെറിയ കുഞ്ഞു തൈകളാണ് നമ്മൾ ചട്ടിയിലേക്ക് വെക്കുക. അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ ചട്ടികളിൽ നിന്നും മാറ്റി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ലഭിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് തണലത്ത് വളർത്തി മഴമറയിലൊക്കെ വളർത്തി മഴ കൊള്ളിക്കാതെ വെയിലും കൊള്ളിക്കാതെയാണ് നമ്മൾ ഈ ജബോട്ടിക്കാബയുടെ പ്ലാന്റുകളെ വളർത്തേണ്ടത്. അത് കുഞ്ഞു തൈകൾ ഒരു 6 മാസം വരെ നമ്മളത് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഘട്ടം ഘട്ടമായി നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മരമുന്തിരി, എന്താണ് നമുക്ക് ഈ ജബോട്ടിക്കാബ, എങ്ങനെയാണ് ഇതിൻ്റെ കായ്ച്ചാലുള്ള രീതികളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിത് ഒരു മാസം മുമ്പേ വിളവെടുത്ത ഒരു വീഡിയോയിൽ ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതെൻ്റെ വീട്ടിൽ ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു 4 വർഷത്തോളം പ്രായമായ ഒരു ജബോട്ടിക്കാബയുടെ തൈയാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കുക. ഈ കാണുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് കായ്ച്ച ഒരു ജബോട്ടിക്കാബയുടെ ഒരു തൈയാണ് ഈ കാണുന്നത്. ഇത് 4 വർഷം പ്രായമായ ഒരു പ്ലാന്റ് ആണിത്. ഇത് റെഡ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു തൈയാണ്. ഇത് 3 ഇനങ്ങളാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. ഹൈബ്രിഡിൽ 3 ഇനങ്ങളാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. അതിലൊന്ന് റെഡ് ഹൈബ്രിഡ്, ഒന്ന് പ്രിക്കോഷി, ഒന്ന് എസ്കാർലറ്റ്. നമുക്ക് നമുക്കൊരു 2-2.5 വർഷം കൊണ്ട് തന്നെ ഇത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും. നമുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. നമുക്കിതൊരു 18 ഇഞ്ചോ 20 ഇഞ്ചോ ചട്ടിയോ അല്ലെങ്കിൽ ഒരു 50 ലിറ്റർ ഡ്രമ്മായാലും നമുക്കിത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം മാത്രമേ വേണ്ടൂ. സ്ഥലമില്ലാത്തവർക്കും ഇത് നന്നായിട്ട് നമുക്ക് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ്. നമുക്കിനി സ്ഥലമില്ലെങ്കിൽ ടെറസിന്റെ മുകളിലായാലും നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റും. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടണം. അതുപോലെ തന്നെ നമുക്കിത് വളപ്രയോഗം ചെയ്യേണ്ടത്. പിന്നെ ഇതിലൊരു പ്രത്യേകതയുള്ളത് ഓൾ സീസണാണ്. നമുക്ക് എല്ലാ സമയങ്ങളിലും ഇത് പഴങ്ങൾ കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നല്ല മഴയുള്ള സമയങ്ങളിൽ, അതായത് കർക്കിടക മാസം പോലുള്ള മാസങ്ങളിൽ മാത്രമേ നമുക്കിത് പഴങ്ങൾ ലഭിക്കാതെയുള്ളൂ. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കായ്ക്കും. അതുപോലെ തന്നെ പൂവിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിളവെടുക്കാൻ പറ്റും. ഓരോ വർഷങ്ങൾ കൂടുന്തോറും നമുക്ക് ഈൽഡ് കൂടുതൽ നമുക്കിത് ലഭിക്കുന്നതാണ്. ഈ തടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ നല്ല മധുരമുള്ളൊരു പഴം തന്നെയാണ്. നമ്മുടെ ഒരു മുന്തിരി കഴിക്കുന്നതിലും കൂടുതലായിട്ട് നമുക്കൊരു മധുരം അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു പഴത്തിൽ. അതുപോലെ തന്നെ ഇതിന് കീടങ്ങളുടെ ശല്യം കുറവാണ്. അതായത് ഇത് തൊലിക്ക് കുറച്ച് കട്ടി കൂടിയത് കൊണ്ട് തന്നെ കീടബാധകൾ ഇത് കുറവാണ്. നമുക്കൊരു മുന്തിരിയൊക്കെ ആകുമ്പോൾ നമ്മൾ രാസകീടനാശിനി അടിച്ചിട്ടാണ് നമുക്ക് ഇത് കടകളിൽ നിന്ന് കിട്ടുന്നത്. നമുക്കൊരു വീട്ടിന്റെ മുറ്റത്ത് ഇതുപോലുള്ളൊരു പഴങ്ങൾ കൃഷി ചെയ്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പഴം തന്നെയാണ് നമ്മുടെ ഈ ജബോട്ടിക്കാബ. അതുപോലെ നമുക്ക് ജബോട്ടിക്കാബയുടെ തൈകൾ എങ്ങനെയാണ് മണ്ണൊരുക്കേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് ജബോട്ടിക്കാബയുടെ തൈകൾ കെയർ ചെയ്യേണ്ടത്. നമുക്ക് ഒരു വർഷം വരെയെങ്കിലും നമുക്ക് ജബോട്ടിക്കാബയുടെ തൈകൾ കെയർ ചെയ്ത് വളർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ചെടികൾ നശിച്ചു പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതിന്റെ ഇലകൾ കരിഞ്ഞു പോകുന്നു, അതുപോലെ ഉണങ്ങിപ്പോകുന്നു എന്നുള്ളത്. അത് നമ്മൾ മണ്ണൊരുക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടും നമുക്ക് അതിന്റെ പരിചരണം അറിയാത്തത് കൊണ്ടുമാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ജബോട്ടിക്കാബയുടെ റെഡ് ഹൈബ്രിഡ്, അതുപോലെ പ്രിക്കോഷി, എസ്കാർലറ്റിന്റെ ഒക്കെ വിൽപ്പനക്ക് റെഡി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇപ്പം 1 വർഷം പ്രായമായ തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഇതാണ് അതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ തൈകൾ ഇഷ്ടം പോലെ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. എൻ്റെ ഈ നഴ്സറി ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്താണ്. ഇതൊക്കെ കാണുന്നത് നമ്മുടെ മരമുന്തിരിയുടെ ചെറിയ തൈകളാണിതാ. ഒക്കെ നല്ല കരുത്തോട് കൂടിയിട്ടുള്ള തൈകളാണ്. നമുക്കിത് സീഡ്ലിംഗ് ആണ് നമുക്ക് ജബോട്ടിക്കാബയുടെ തൈകൾ ഏറ്റവും നല്ലത്. നമുക്കൊരു 2.5 വർഷം കൊണ്ട് തന്നെ ഇത് പൂവിടാൻ തുടങ്ങും. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ തൈകൾ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പരിചരണം, എന്തൊക്കെയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ജബോട്ടിക്കാബയുടെ തൈ ആദ്യഘട്ടം മുതൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു കുഞ്ഞു തൈയാണ്. ഇതിപ്പോൾ ഒരു 6 മാസം പ്രായമായ ഒരു തൈയാണ്. ഈ തൈകൾ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ എന്താവും, പല ആളും പറയുന്നതാണ് ഈ ഇലകൾ കംപ്ലീറ്റ് ഈ തൈകളെ പൊഴിഞ്ഞു പോകും.
പൊഴിഞ്ഞു പോയി ഇത് ഉണങ്ങിപ്പോകും. അല്ലെങ്കിൽ ഈ സൈഡ് ഭാഗങ്ങൾ കറുത്ത് വന്നിട്ട് ഇലകൾ പൊഴിഞ്ഞു പോകും. ഈ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതും കംപ്ലീറ്റ് ഈ കറുത്ത് വരുന്നതിൻ്റെ കാരണം വേരഴുകുന്നതുകൊണ്ടാണ്. അതായത് ഈ ജബോട്ടിക്കാബയുടെ തൈകൾ നമ്മൾ 1 വർഷം വരെ നമ്മളൊന്ന് കെയർ ചെയ്യേണ്ടതുണ്ട്. കെയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, നമ്മൾ ഈ വേരഴുകി ഇതിൻ്റെ കംപ്ലീറ്റ് ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് വേരഴുകി വേര് നശിച്ചു പോയത് കൊണ്ടാണ്. പിന്നെ ആ ചെടികൾ നമുക്ക് ബാക്കിയായി കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ആ ചെടികളെ നമ്മൾ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് കാലത്തേക്ക് ഏകദേശം ഒരു 1-1.5 വർഷം വരെ നമ്മൾ ഈ തൈകൾ ഒന്ന് കെയർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റുള്ള കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇങ്ങനെയുള്ളൊരു തൈകളാണ് നമുക്ക് കിട്ടുക. ഈ തൈകളുടെ റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇതിൻ്റെ തൈകൾ ഞാൻ നേരത്തെ കാണിച്ചു, ഇഷ്ടംപോലെ നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. തൈകൾ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണിത് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മണ്ണിലേക്ക്, ഇതിപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ, ഞാനൊരു മണ്ണൊരുക്കി വെച്ചതാണ്. ഇതിപ്പോൾ കുമ്മായി ഇട്ടിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ആയതാണ്. ഇത് ഒരുക്കി വെച്ചതാണ്, മേൽ മണ്ണെടുത്തിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വളങ്ങൾ നമുക്ക് എന്തെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചാണകപ്പൊടിയാണ്. ഇതാ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ചെറിയ കുഞ്ഞു തൈകൾ വെക്കുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. അതിനുശേഷം വലിയ തൈകൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നൊരു ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, ഇത് ഞാൻ ഡ്രൈക്കോഡർമി ഇട്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒന്നുകിൽ ഉമി, ഇത് ഉമിയാണ്. നമുക്ക് ഈ മണ്ണിളക്കം കിട്ടണം, അതായത് മണ്ണ് ടൈറ്റ് ആക്കാൻ പാടില്ല, മണ്ണിളക്കം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മണൽ കിട്ടുമെങ്കിൽ മണൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഉമി ചേർത്ത് കൊടുക്കുക. അല്ലാതെ ചകിരിച്ചോറ് ഒരു കാരണവശാലും ജബോട്ടിക്കാബയുടെ ചെറിയ തൈകൾക്ക് ചേർക്കാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം കെട്ടി നിന്ന് ആ തൈകൾ നശിച്ചു പോകും. കൂടുതൽ പേരുടെയും തൈകൾ നശിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തൈ ഈ ഒരു ചെറിയ തൈ വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു വളവും നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. രാസവളം ചേർക്കാൻ പാടില്ല, എല്ലുപൊടി ചേർക്കാൻ പാടില്ല, വേപ്പ് പിണ്ണാക്ക് ചേർക്കാൻ പാടില്ല. ഒന്നും നമ്മൾ ഈ കുഞ്ഞു തൈക്ക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറുത്ത മണ്ണാണ്, ഇത് കണ്ടില്ലേ, നല്ല ഇളക്കമുള്ള മണ്ണാണ്. മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മേൽമണ്ണ് തിരഞ്ഞെടുക്കുക. കാരണം ഈ പശ കൂടുതലുള്ള മണ്ണ്, അതായത് ഈ വെള്ളം വന്ന് ടൈറ്റ് ചെയ്ത് ചളിയാകുന്ന മണ്ണ് തിരഞ്ഞെടുക്കാതെ ശ്രദ്ധിക്കുക. നല്ല മേൽമണ്ണ് തന്നെ, കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല തയ്യാറായിട്ടുള്ള മണ്ണ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചെറിയ ജബോട്ടിക്കാവ, ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ ജബോട്ടിക്കാവ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അതിലേക്ക് ചകിരിച്ചോറോ അല്ലെങ്കിൽ മറ്റുള്ള വളങ്ങളോ ഇതിലേക്ക് ഒരു കാരണവശാലും ചേർക്കരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ചെറിയൊരു ചട്ടിയിലേക്ക്, ഇതൊരു 10 ഇഞ്ച് ചട്ടിയാണ്. ഈ 10 ഇഞ്ച് ചട്ടിയിലേക്കാണ് ആദ്യം നമ്മൾ ഇതുപോലുള്ള ഒരു ജബോട്ടിക്കാബയുടെ തൈകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ വലിയൊരു ചട്ടിയിലേക്ക്, അതായത് 16 ഇഞ്ചോ 18 ഇഞ്ചോ ചട്ടിയിലേക്ക് ഒരു കാരണവശാലും മാറ്റി നടരുത്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതിനെ മാറ്റി സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്നത് 10 ഇഞ്ച് ചട്ടിയിലേക്കാണ്. നിങ്ങൾക്ക് 7 ഇഞ്ചോ 8 ഇഞ്ചോ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 12 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റി നട്ട് പിന്നെ ഒരു 18 ഇഞ്ചോ 20 ഇഞ്ചോ ചട്ടിയിലേക്ക് വേണമെങ്കിൽ മാറ്റി നടാം. ആദ്യം നമ്മൾ കുഞ്ഞു തൈ ഒരു ഇതിൽ നിന്ന് കുറച്ചൊരു വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം. ഇല്ലെങ്കിൽ അത് വളർച്ചയ്ക്ക് പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിന് പ്രശ്നം വരും. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വളപ്രയോഗം ചെയ്യേണ്ട, അത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അടിഭാഗത്ത് നന്നായിട്ട് ഓൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓടിൻ്റെ കഷ്ണങ്ങളോ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. ഒരു 3-4 ഓടിൻ്റെ കഷ്ണങ്ങളായ ഓൾസുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഒരു 3-4 ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം മണ്ണ് ടൈറ്റായി വെള്ളം വാർന്നു പോകാതെ ഇരുന്ന് കഴിഞ്ഞാലും വേരഴുകിപ്പോവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ വിദേശ ഇനം പഴച്ചെടിയാണ്. നന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഇത് കായ്ക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നില്ല, അതുപോലെ ഞാനത് വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് 4 വർഷമായ ഒരു തൈയാണ്. ഇഷ്ടംപോലെ അതൊക്കെ എൻ്റെ മദർ പ്ലാന്റുകളാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്നത് 3 വെറൈറ്റികളാണ്. അതായത് ഹൈബ്രിഡിൽ 3 വെറൈറ്റി, നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യുന്ന വെറൈറ്റി ആയ സബാറയുണ്ട്. ആ സബാറ കായ്ക്കണമെങ്കിൽ 8 വർഷം മുതൽ 11 വർഷം വരെ നമുക്ക് സമയം എടുക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യാൻ പറ്റില്ല, നിലത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ഹൈബ്രിഡ് ഒരു 2.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് പൂവിട്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഓരോ വർഷങ്ങൾ കൂടുന്തോറും നമുക്കിത് ഈൽഡ് കൂടി കിട്ടുന്നതുമാണ്. അപ്പോൾ നമുക്ക് അതിനുശേഷം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത മണ്ണ്, ഞാൻ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരാഴ്ചയിൽ കൂടുതൽ ആയ മണ്ണാണ്. ആ മണ്ണിലേക്കാണ് നമ്മൾ ഈ വളപ്രയോഗം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കുമ്മായി ഇട്ടിട്ട് pH ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് മാത്രം നമ്മൾ എന്ത് ചെടികളും നമ്മൾ നടാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ വേര് വളരില്ല. ഒരു ചെടിക്ക് വേര് വളർന്നാൽ മാത്രമേ ആ ചെടികൾ
വളർച്ച ഉണ്ടാകുകയുള്ളൂ, അതുപോലെ പൂക്കുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ. അല്ലാതെ pH ബാലൻസ് തെറ്റിയ മണ്ണിലേക്ക് നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്തിട്ടും അതിൽ കാര്യമില്ല എന്നും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതാ അതിലേക്ക് മണ്ണിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തൈനെ, അതായത് ഈ ചട്ടിയിലേക്ക് വെക്കുമ്പോൾ കുറച്ച് സ്പേസും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് വളപ്രയോഗവും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അതിനുശേഷം നമ്മൾ ഈ തൈയെ നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുക. ചെറിയൊരു കുഞ്ഞു തൈയാണിതാ. ഈ രീതിയിൽ മാത്രമേ നമ്മൾ ജബോട്ടിക്കാവ ചെറിയ തൈകൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ. ഇനി ഇതിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾ നന്നായിട്ട് വളരാൻ തുടങ്ങും. ഇതിൻ്റെ സെൻറ്റർ നോക്ക് ബാലൻസ് ചെയ്തിട്ട് വെക്കുക. ബാക്കിയും കൂടി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് സ്പേസ് അതിലേക്ക് നമ്മൾ ഇട്ട് വെക്കുക. സ്പേസ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് പിന്നീട് നമുക്കിതിൽ വളപ്രയോഗം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം ചാണകപ്പൊടിയും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കുക. ഇതാ കഴിഞ്ഞു, നമ്മൾ സെറ്റ് ചെയ്തു. ഇതാ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ജബോട്ടിക്കാവേൻ്റെ തൈ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളിതിന് 3 മാസം വരെ ഒരു വളപ്രയോഗം ഇതിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇതിലേക്ക് വേരോടണം. നന്നായിട്ട് വേരോടിയതിന് ശേഷം നമ്മൾ പിന്നീട് ഒരു വളപ്രയോഗം നമ്മൾ ഇതിലേക്ക് ചെയ്യാനുണ്ട്. എങ്ങനെ ചെയ്യണം? നമ്മൾ ഇതേപോലെ വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് റൗണ്ടിൽ നമ്മൾ കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ഇടുക, അതുപോലെ ഒരു പിടി എല്ലുപൊടി ഇടുക, ഒരു പിടി വേപ്പും പിണ്ണാക്കും കൂടി ഇതിലിട്ട് കൊടുക്കുക. 3 മാസങ്ങൾക്ക് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ അത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചെയ്യരുത്, ചെടി നശിച്ചു പോകും. ജബോട്ടിക്കാവ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ആദ്യം നമ്മൾ വേപ്പും പിണ്ണാക്കിടുന്നത് മണ്ണിലുള്ള കീടങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായൊക്കെ ഇട്ടിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ ഞാൻ ചാണകപ്പൊടി ഇതിലിട്ട് ഡ്രൈക്കോട്ടറും ഇട്ട് സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടിയാണ്. അതിന് കീടങ്ങളുടെ ശല്യം നമ്മുടെ ഈ ചെടിക്ക് ഒരു കാരണവശാലും ഉണ്ടാവില്ല. അപ്പം ഇതിന് ശേഷം നമ്മളൊരു 3 മാസങ്ങൾക്ക് ശേഷം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടി ഇട്ട് ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചെടികൾ തഴച്ച് വളരാൻ തുടങ്ങും. 1 വർഷം വരെ നമ്മൾ ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ 19-19-19 രാസവളം ഒരു 6 മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഇലകളിലൊന്ന് രാവിലെയോ വൈകുന്നേരങ്ങളിലോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് മാസങ്ങളിൽ ഒരു ടൈമിൽ മാത്രം അത് ചെയ്യുക. ഒരു ദിവസം മാത്രം, മാസത്തിൽ ഒരിക്കൽ മാത്രം അത് ചെയ്യുക. ഇലകളിൽ 19-19-19 അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം തോതിൽ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് 1 വർഷം വരെ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 വർഷം വരെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ വെക്കുക. അതിനുശേഷം ഇതേ തെയ്യന്നെ, ഇങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം വെച്ച ഒരു തെയ്യാണ് നിങ്ങളുടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാ ഈ തെയ്യ കണ്ടോ, ഇതിപ്പോൾ ഏകദേശം 1.5 വർഷം പ്രായമായ തെയ്യാണ്. ഇതിൻ്റെ വളർച്ച കണ്ടോ നിങ്ങൾ? ഇതാ ഇതിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. ഞാൻ ഈ ചട്ടിയിലെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത തെയ്യാണ്. ഈ തൈകളാണ് ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളുടെ ഫുള്ളായിട്ട് പരിചയപ്പെടുത്തിയത്. ഇതിപ്പോൾ 1.5 വർഷം പ്രായമായ തെയ്യാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 1 വർഷവും കൂടെ നമ്മളിത് ചട്ടി മാറ്റിയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2.5 വർഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇനി നമുക്ക് ആ 1.5 വർഷം പ്രായമായ തൈകളെ എങ്ങനെയാണ് നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 1.5 വർഷം കൊണ്ട് തന്നെ 1 വർഷം കൊണ്ട് നമ്മൾ ആ ചട്ടിയിൽ വളർത്താം. 1 വർഷത്തിന് ശേഷം നമ്മൾ ഇതുപോലെ, ഇതിപ്പോൾ ഒരു 18 ഇഞ്ച് ചട്ടിയാണ്. 18 ഇഞ്ചോ അല്ലെങ്കിൽ 20 ഇഞ്ച് ചട്ടിയോ അല്ലെങ്കിൽ 50 ലിറ്ററിൻ്റെ ഡ്രമ്മോ ആയാലും മതി. നമ്മൾ അതിലേക്ക് മാറ്റി നടേണ്ടതാണ്. ഇതിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആ തൈനെ നമ്മൾ മാറ്റി നടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ആരോഗ്യം വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള വലിയ ചട്ടിയിലേക്ക് മാറ്റി നടുക. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട വളപ്രയോഗം എന്തെല്ലാം നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വളപ്രയോഗം ചേർക്കേണ്ടത്, ഞാൻ നേരത്തെ ഇതിൽ ഉമിയും ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുമാണ്. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഇതിൽ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ചട്ടിയിലേക്ക് 250 ഗ്രാം എല്ലുപൊടിയും ഒരു 100 ഗ്രാം വേപ്പും പിണ്ണാക്കും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വളപ്രയോഗമായ നമ്മുടെ എല്ലുപൊടി, അതുപോലെ വേപ്പും പിണ്ണാക്ക്, അതുപോലെ കടലപ്പിണ്ണാക്ക്, ഇത് ഞാൻ ഇവിടുത്തെ വളക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇത് മിക്സ് വളമാണ്, അതായത് ജൈവ വളം മിക്സ് ആക്കിയിട്ടുള്ള വളമാണ്. ഇതിൽ കടലപ്പിണ്ണാക്ക് കാണുന്നില്ലേ? നിങ്ങൾക്ക് അവിടെ ഇനി വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയെ കിട്ടുമെങ്കിൽ അത് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കടലപ്പിണ്ണാക്കും കൂടി അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം കടലപ്പിണ്ണാക്കും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അതിൽ ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഉറുമ്പ് കയറുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കടലപ്പിണ്ണാക്ക് അതിൽ സെറ്റ് ചെയ്യാതിരിക്കുക. ഞാനിത് കെയർ ചെയ്യുന്നത് കൊണ്ടാണ് കടലപ്പിണ്ണാക്ക് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. കടലപ്പിണ്ണാക്ക് നല്ലൊരു വളമാണ്, അറിയാലോ. പുളിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറിയാണ്. അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ വലിയൊരു തൈ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് തരാം. ഞാനിതിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട്, നമുക്കിതിൻ്റെ റേഷ്യോ കൂടെ ഞാനിതിലൊന്ന് പറഞ്ഞു തരാം. അതായത് ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം നമുക്ക് മണൽ കിട്ടുമെങ്കിൽ മണൽ, അല്ലെങ്കിൽ ഉമി, ഒരു ഭാഗം അനുബന്ധ വളങ്ങൾ. അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം ഉമി, ഒരു ഭാഗം ചാണകപ്പൊടിയും വളങ്ങളും കൂടിയിട്ട് മിക്സ് ചെയ്ത മണ്ണിനെയാണ് നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് വലിയ തൈകൾക്ക്, അത് ഞാൻ ഇതിൽ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ചട്ടിയിൽ നിന്ന് ഈ ഒരു ചട്ടിയെ 10 ഇഞ്ച് ചട്ടിയിൽ നിന്ന് 18 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റി സെറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് മണ്ണും ചാണകപ്പൊടിയെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല ഇളക്കമുള്ള മണ്ണായിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല മേൽമണ്ണാണ് കണ്ടോ. ഇതിലേക്ക് നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ തന്നെ ചെടികൾ വളർച്ച നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതായത് വേരുകളുടെ വളർച്ച, ഏതൊരു ചെടിക്കും വേരുകൾ വളരണം. വേരുകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ചെടികൾ നന്നായിട്ട് വളരുകയുള്ളൂ, നന്നായിട്ട് പൂക്കുകയുള്ളൂ, കായ്ക്കുകയുള്ളൂ. വേരുകൾ അഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ ചെടികൾ, എല്ലാ ചെടികളും, പല ആളും പറയുന്നത് കൂമ്പെടുക്കുന്നില്ല, തിരിയെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പല ആളും വിളിക്കാറുണ്ട്. അത് വേരുകൾ വളരാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന മണ്ണും വളപ്രയോഗവും ഒക്കെ നന്നായി കഴിഞ്ഞാൽ മാത്രമേ ആ ചെടികളുടെ വേരുകൾ വളരൂ. വേരുകൾ വളർന്നാൽ മാത്രമേ ആ ചെടികൾ തഴച്ച് വളരുള്ളൂ. തഴച്ച് വളർന്നാൽ മാത്രമേ ആ ചെടികൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ. പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ആ വേരുകൾക്ക് ആരോഗ്യം വേണം. നമ്മളെങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിഭാഗത്ത് ഇതാ നന്നായിട്ട് ഓൾസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഓടിൻ്റെ കഷ്ണങ്ങൾ ആ ഓൾസുള്ള ഭാഗത്ത്, ജബോട്ടിക്കാബയുടെ തൈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, വെള്ളം വാർന്നു പോകണം. എന്നാൽ അത്യാവശ്യം നനവേണ്ട ചെടിയുമാണ്. നമ്മൾ ഓടിൻ്റെ കഷ്ണങ്ങൾ ആ ഹോൾസുള്ള ഭാഗങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ല ബാലൻസ് സെറ്റാകുന്ന രീതിയിൽ, നേരെ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ചട്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മളിതിലേക്ക് ഈ ഒരുക്കി വെച്ച മണ്ണിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പകുതി ഭാഗം നമ്മൾ നിറക്കുക. അപ്പം ഇതാ നമ്മൾ പകുതി ഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പകുതി ഭാഗം നമ്മൾ ഒരുക്കി വെച്ച മണ്ണിനെ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തൈനെ നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കാം. അതെങ്ങനെ ചെയ്യാം? അതിനുശേഷം നമ്മൾ ഈ തൈനെ എടുക്കുക. അതിൻ്റെ വേരൊന്നും മണ്ണൊന്നും ഇളകാതെ, മഴയില്ലാത്ത സമയങ്ങളിൽ ചെയ്യണം. ഇവിടെ നല്ല മഴയാണ്, ഇപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞതാണ്. എന്നാലും ഞാനിത് മെല്ലെ മെല്ലെ ഇത് തട്ടിയെടുക്കും. നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുക. കറക്കി 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 തട്ടി കൊടുക്കുക. ഇതിന് അടർന്ന് വരും. ഒരിക്കലും മണ്ണുതിരാൻ പാടില്ല. ജബോട്ടിക്കാബയുടെ മണ്ണുതിർന്നു കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. നന്നായിട്ട് ഇളയിട്ടുണ്ട്. അതിനുശേഷം 10 ഇഞ്ച് ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റൂ. അതിനുശേഷം ഇതാ ഇങ്ങനെ മൂവ് ചെയ്തെടുക്കുക, കണ്ടില്ലേ ഇതാ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ അടിഭാഗത്തെ മണ്ണ് വേണമെങ്കിൽ കുറച്ച് നമ്മൾ പഴയ മണ്ണിനെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇതിലും ഞാൻ ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. മണ്ണ് ഉടയരുത്. ഉടഞ്ഞു കഴിഞ്ഞാൽ ജബോട്ടിക്കാബയുടെ തൈകൾക്ക് ക്ഷീണം വരും, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് ബാലൻസ് ചെയ്ത് വെക്കുക, നേരെയാക്കി വെക്കുക. ഇതാ കണ്ടില്ലേ, ഇതിനൊന്ന് നേരെയാക്കി വെക്കുക. പൊതുവേ നമ്മുടെ ജബോട്ടിക്കാബയുടെ തൈ ആദ്യഘട്ടങ്ങളിലൊക്കെ വളർച്ച കുറവായിരിക്കും. പിന്നീട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും നമുക്ക് ജബോട്ടിക്കാബയുടെ തൈ ഉണ്ടാക്കുക. ബാലൻസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് ബാക്കി മണ്ണും കൂടെ, കൂട്ടി വെച്ച മണ്ണും കൂടെ നമ്മളിതിൽ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇനിയും വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് കായ്ക്കണമല്ലോ, നമുക്ക് പൂക്കുകയും കായ്ക്കുകയും വേണമല്ലോ. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ടും കാണുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ലെങ്ത് കൂടുതലാണ്. നമ്മളൊരു ചെടിയെ അതിൻ്റെ ഫുൾ വളപ്രയോഗം പരിചരണവും പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മുടെ ജബോട്ടിക്കാബയുടെ തൈ 1.5 വർഷം പ്രായമായ തൈ നമ്മളൊരു 18 ഇഞ്ച് ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തു. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ നിർത്തുക. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസങ്ങൾക്ക് ശേഷം തന്നെ ഇത് പൂവിടാൻ തുടങ്ങും. കാരണം ഇതിൻ്റെ വളർച്ച ഇനി പെട്ടെന്നായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഇതിലേക്ക് മാറ്റി നട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കായ്ക്കണമെങ്കിൽ നമ്മൾ ഇതിൽ വളപ്രയോഗം ചെയ്യണം. എന്ത് വളപ്രയോഗം ചെയ്യണം? രാസവളം കൊടുക്കണം. കാരണം ഞാൻ ഇത് നേരത്തെ പറഞ്ഞു, വിദേശ ഇനം പഴച്ചെടിയാണ്. കായ്ക്കണമെങ്കിലും പൂക്കണമെങ്കിലും നമ്മൾ പൊട്ടാഷ് ഇതിൽ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ രാസവളം ഒരു കാരണവശാലും ജബോട്ടിക്കാബയുടെ തൈകൾക്ക് കൊടുക്കരുത്. ജബോട്ടിക്കാബയുടെ തൈകൾക്ക് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകും, ആ ചെടി നശിച്ചു പോകും, വേരഴുകി പോകാൻ തുടങ്ങും. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ 1 വർഷം വരെയെങ്കിലും നമ്മൾ രാസവളം യാതൊരു കാരണവശാലും ജബോട്ടിക്കാബയുടെ തൈകൾക്ക് കൊടുക്കരുത്.
അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ രാസവളം കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 വർഷത്തിന് ശേഷം വേണമെങ്കിൽ ഇലകളിൽ പോളിയാർ സ്പ്രേ ആയിട്ട് നമുക്ക് രാസവളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തെറ്റില്ല, നമുക്കത് ചെയ്യാം. അതായത് 5 ഗ്രാം പെർ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇതിനും ചെയ്യാം. അപ്പം ഞാനിതിൽ ചുവട്ടിലാണ് നമ്മൾ രാസവളം കൊടുക്കൽ. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഒരു 3 മാസങ്ങൾക്ക് ശേഷം, ഒരു 3 മാസം വരെ ഇതിനെ വൈരുകൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുക. ഇനി വേണമെങ്കിൽ രാസവളം നേരത്തെ പറഞ്ഞ പോലെ പോളിയാർ സ്പ്രേ ആയിട്ട് 19 ഇലകളിൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം ഈ ചെടികളിലൊന്നും ആവില്ല, കാരണം ആരോഗ്യം വന്ന ചെടിയാണ്. അപ്പം നമ്മൾ ഇതിലെങ്ങനെ രാസവളം കൊടുക്കണം? വേരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് ഈ ഭാഗത്ത് നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും രാസവളം നിർബന്ധമായിട്ടും കായ്ക്കാനായ ചെടികൾക്ക് കൊടുക്കണം. അത് നമ്മുടെ 18 കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള NPK നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. 1 ടീസ്പൂണ് നമ്മൾ മാസത്തിൽ 1 തവണ. ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് 18 എന്നാണ്. അതായത് 18% നൈട്രജനും 9% ഫോസ്ഫറസും 18% പൊട്ടാഷ്യം നമ്മുടെ വളക്കടയിൽ കിട്ടും. കാരണം മിക്സർ വളം എന്നാൽ അതിന് നമ്മൾ ഇവിടെയൊക്കെ പറയല്. അപ്പോൾ ആ വളം 1 ടീസ്പൂണ് നമ്മൾ എന്ത് ചെയ്യുക, വേരിൽ നിന്ന് അകലം പാലിച്ചിട്ട് നമ്മൾ റൗണ്ടിൽ മാസത്തിൽ 1 തവണ ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ജബോട്ടിക്കാബൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, നമ്മൾ മഗ്നീഷ്യം പോലുള്ള എപ്സം സാൾട്ട് ഇലകളിൽ നമ്മളൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും 1 പ്രാവശ്യം, അത് ചുവട്ടിൽ കൊടുക്കണം എന്നില്ല, നമുക്ക് വളക്കടയിലൊക്കെ പറഞ്ഞാൽ കിട്ടും. 100 ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റ് ഉണ്ട്, അത് 40 രൂപയായിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ 20 രൂപയുടെ ആ സ്പ്രെയറൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ നിങ്ങൾ കൂടുതൽ കൃഷിയില്ല, ഇതുപോലൊരു 3-4 തൈകളെ ഉള്ളൂ എങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു നല്ല പാത്രത്തിലിട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം തോന്നുന്നു. കാരണം 5 ഗ്രാം നമുക്ക് അളന്നെടുക്കാൻ പറ്റില്ല. ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ കൊക്കിൽ കുറച്ച് കോരി അതിലേക്ക് ഡൈലൂട്ട് ചെയ്ത് വെള്ളം ഇതാക്കിയിട്ട് നമ്മളൊരു 3 മാസങ്ങളൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ഇലകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചില ആളുകളുടെ തൈകൾക്ക് കണ്ടിട്ടില്ല, ഈ ഞരവ് തടിച്ചിട്ട്, അതായത് വെള്ള കളറിൽ ഞരവ് മാത്രം ഇങ്ങനെ കാണാം. അതൊക്കെ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. അത് ജബോട്ടിക്കാവൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് വളപ്രയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ തൈകൾക്ക്. അപ്പോൾ അതിന് നമ്മൾ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും മഗ്നീഷ്യം ഒന്ന് പോളിയാർ സ്പ്രേ ആയിട്ട് നമുക്കിതിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് രാസവളം ചുവട്ടിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇലകളിൽ 19 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയേ നമുക്ക് ജബോട്ടിക്കാബയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. നന്നായിട്ട് തന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ജബോട്ടിക്കാബയുടെ തൈ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് നമ്മളൊരു ജബോട്ടിക്കാബയുടെ തൈകൾ ചെറിയൊരു കുഞ്ഞു ഗ്രോ ബാഗിൽ നിന്ന് ഒരു 10 ഇഞ്ച് ചട്ടിയിലേക്കും ആ 10 ഇഞ്ച് ചട്ടിയിൽ നിന്ന് നമ്മളൊരു 18 ഇഞ്ചോ 20 ഇഞ്ചോ ചട്ടിയിലേക്കും മാറ്റി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.